ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്പം ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. സ്തുതിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 150-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെ, വീണ്ടും ജനിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 34-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അതെ, ദാവീദ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വിടുതൽ ലഭിച്ചതിന് ശേഷം പറയുന്ന ഒരു വാക്കാണത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അപ്പോൾ വിടുതൽ ലഭിച്ചതിന് ശേഷവും വിടുതൽ ലഭിക്കുന്നതിന് മുമ്പും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്തുതിക്കുന്നത് ഭയങ്കരമായ ശക്തി പുറപ്പെടുന്ന ഒന്നാണ്. ദൈവം അത്യുന്നതനായ ദൈവമാണെന്നും ആരാധനയ്ക്ക് യോഗ്യനാണെന്നും അവൻ സർവശക്തനാണെന്നും ദൈവത്തെ അറിയിക്കുന്നതാണ് സ്തുതിക്കുക. അവൻ വലിയവനാണ്, യഹോവ വലിയവൻ. നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യേ വലിയവൻ. ആ ദൈവത്തെ വലിയവനായിട്ട് നാം പാടി സ്തുതിക്കുന്നതാണ്, പാടി ആരാധിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറയുന്നത് അവന് നമ്മൾ നന്ദി കരയുന്നതാണ്. അവൻ ചെയ്ത ആ വിടുതലുകൾക്ക്, നന്മകളെ ഓർത്ത്, നമുക്ക് നൽകിയ സംരക്ഷണങ്ങളെ ഓർത്ത്, നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ നന്ദി കരയുന്നതാണ് സ്തോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വലിയവനും പരിശുദ്ധനും നീതിമാനുമായ ദൈവമാണെന്ന് നാം ഉച്ചത്തിൽ പറയുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തുതിയെക്കുറിച്ച് ചില ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹോശാഫാത്ത് രാജാവ്, അവന്റെ നേരെ ഒരു വലിയ സമൂഹം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരയിൽ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു, ഇതാ അവർ എൻഗേരി എന്ന ഹസോൻ താമാരിലുണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ടു. ഒരു വലിയ സമൂഹമെല്ലാം നേരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ഭയപ്പെട്ടു പോകും. ഇവിടെ യഹോശാഫാത്ത് രാജാവും ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്നാൽ അവൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 8-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ എബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധി, മഹാമാരി, ക്ഷാമം മുതലായ വരുമ്പോൾ നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ ഇപ്പോൾ വരികയാണെന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ തേടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ഒരുവന്റെ മേൽ വരികയും അവൻ പറഞ്ഞു, അവിടെ അതിന്റെ 14-ാമത്തെ വാക്യം, അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയീയേലിന്റെ മകനായ ബെനയാമിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിന്റെ മേൽ വന്നു. അവൻ പറഞ്ഞ എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹനിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ കയറി ചെല്ലുവിൻ എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഈ വാർത്തകളെ കേട്ടപ്പോൾ യഹോശാഫാത്ത് രാജാവ് സാഷ്ടാംഗം വീണു, ദൈവത്തെ നമസ്കരിക്കുന്ന, സ്തുതിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അതിനുശേഷം അവിടെ ആ സമയത്ത് പ്രസ്ഥാനങ്ങൾ നടന്നു, പ്രാർത്ഥനകൾ നടന്നു, അവിടെ പ്രവാചനാത്മാവിൽ പ്രവചനങ്ങൾ നടന്നു. ഇതെല്ലാം നടക്കുമ്പോഴും അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല. എന്നാൽ അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരെയും മോവാബിരെയും സേർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അതെ, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, പാടി സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, പാടി സ്തുതിക്കുമ്പോൾ വിടുതലുകൾ നടക്കും, പാടി സ്തുതിക്കുമ്പോൾ കോട്ടകൾ ഇടിയും, പാടി സ്തുതിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടും. അതെ, ദൈവത്തെ പാടി സ്തുതിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യഹോവയെ സ്തുതിക്കുവിൻ, അവൻ നല്ലവനല്ലോ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ദൈവം വലിയവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യ വലിയവനാണ്. അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും, നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, നമുക്ക് നേരെ വരുന്ന സംഗതികൾ എത്ര ഉന്നതമാണെങ്കിലും അതിനേക്കാൾ വലിയവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്.
സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് യഹോവ വലിയവൻ, ദൈവം വലിയവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യേ വലിയവൻ, അവനെ പാടി സ്തുതിക്കുക. സർവശക്തനായ ദൈവം നമ്മുടെ പിതാവ്, അവനെ സ്തുതിക്കുക. അവൻ സർവശക്തനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, സ്തുതികൾക്ക് യോഗ്യനായ ദൈവം, സകല ജാതികളുടെയും രാജാവായ ദൈവം, ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യേ വലിയവൻ. ഇങ്ങനെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് എല്ലാ സൈവന മന്ത്രവാദ ആഭിചാര ബലിശൂന്യങ്ങളെയും മാറ്റിക്കളഞ്ഞ് ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്നതും വിടുവിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രു തോറ്റുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രുവിന്റെ കോട്ടകൾ ഇടിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ നന്ദി കരയറ്റുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ കർത്താവ് വലിയ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യ വലിയവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യ വലിയവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നും ഈ സ്തുതിയെക്കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ ദൈവം അനുവദിച്ചാൽ ദൈവം അനുവദിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാര്യമായതുകൊണ്ട് ദൈവം അനുവദിക്കും. തുടർന്ന് നമുക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് വലിയവൻ, നമ്മുടെ കർത്താവ് വലിയവൻ. സർവശക്തനായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. പുതിയ കൃപകൾ, പുതിയ ശക്തി, പുതിയ ബലം, പുതിയ അഭിഷേകം നീ അവർക്ക് കൊടുക്കണമേ കർത്താവേ. അങ്ങയെ പാടി സ്തുതിക്കുവാൻ തക്കണം അവരുടെ ഹൃദയത്തിന്റെ കെട്ടുകളൊക്കെ അഴിച്ച് അവരുടെ ആ നിരാശകളെല്ലാം മാറി കർത്താവേ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങി കർത്താവേ, ദൈവത്തെ സ്തുതിക്കുവാൻ നീ അവരെ സഹായിക്കണമേ. പിശാച് അവരെ വായ തുറക്കാതെ വണ്ണം മൂടി കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ അഴിച്ച് യേശുവിന്റെ നാമത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തെ സ്തുതിക്കട്ടെ കർത്താവേ. ജീവനിലൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ കർത്താവേ. അബീമേലെക്ക് രാജാവിന്റെ മുമ്പിൽ നിന്ന് വിടുതൽ ലഭിച്ചതായിട്ടുള്ള ദാവീദ്, ഞാൻ എപ്പോഴും യഹോവയെ സ്തുതിക്കും, അവന്റെ സ്തുതി എപ്പോഴും നാവിൽ മേലിരിക്കും എന്ന് പറഞ്ഞു. കർത്താവേ, അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥന സഹായിക്കണമേ കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറേണ്ട കർത്താവേ. ഈ ചാനലിന് നേരെയുള്ള യുദ്ധം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുക്രിസ്തു നാമത്തിൽ ജയമെടുക്കാൻ കർത്താവേ. ഹാലലൂയ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താണ് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.